കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ വെക്കേഷൻ നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മളെങ്ങനെയായിരിക്കും പാസ്സാവോ, നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനി അതിനൊന്നും ഒരാവശ്യമില്ല. നമ്മുടെ കുട്ടികളെല്ലാവരും മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലെ മക്കളെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ, എല്ലാവരും 5ാം ക്ലാസ്സിൽ നിന്ന് നേരെ 6ാം ക്ലാസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ എത്ര നിങ്ങൾ വലുതായാലും മിസ്സിൻ്റെ സ്വന്തം കുട്ടികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്തത്. ഒരൊറ്റ ലൈവ് ക്ലാസ് പോലും എൻ്റെ കുട്ടികൾ മിസ് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 6ാം ക്ലാസ് ആണ് അല്ലേ. 6ാം ക്ലാസ് നമുക്ക് നന്നായിട്ട് പഠിക്കണ്ടേ. 5ാം ക്ലാസ് നമ്മൾ അടിച്ച് പൊളിച്ച് പഠിച്ചു. ഇനി അതിനേക്കാൾ കൂടുതൽ ഡബിൾ പവറോടെ നമുക്ക് 6ാം ക്ലാസ്സും കൂടെ സെറ്റാക്കണം അല്ലേ. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ബാച്ച് അല്ല, എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു മെയ് 20th നമുക്ക് ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. അതിനുശേഷം മെയ് 22nd മുതലായിരിക്കും നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അതായത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറണം. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇനി അടിച്ച് പൊളിച്ച് നമ്മുടെ 6ാം ക്ലാസ്സും കൂടെ പഠിക്കണം, നല്ല സൂപ്പറായിട്ട് സെറ്റാക്കണം മിസ്സേ എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെക്കുക. കാരണം അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കേണ്ട. ഈ നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വലിയ വലിയ ക്ലാസ്സസിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക.